പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ മന്ത്രി സി ദിവാകരൻ. ഉപനേതാവ് സ്ഥാനം CPIയുടെ അർഹതപ്പെട്ട അവകാശമാണെന്നും ചോദിക്കുമ്പോൾ CPIM പെറ്റി പൊളിറ്റിക്സ് ആണ് പറയുന്നതെന്നും വിമർശനം. ഇടതുപക്ഷത്തിന് പുതിയ മുഖങ്ങൾ വരണമെന്നും അതിന്റെ കുത്തക ആർക്കുമില്ലെന്നും സി ദിവാകരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. വലതുപക്ഷ വ്യതിയാനം കാരണം ജനങ്ങൾ നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് തെരഞ്ഞെടുപ്പ് തിരിച്ചടിയെന്നും CPIM അസഹിഷ്ണുത അവസാനിപ്പിക്കണമെന്നും സി ദിവാകരൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് തോന്നി ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പുതിയ പുതിയ മുഖങ്ങൾ വേണം. എന്നും ഒരേ മുഖവും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ആർക്കും നഷ്ടമില്ലാത്ത, ആർക്കും ദ്രോഹം ചെയ്യാത്ത നിരുപദ്രവമായ ഒരു രാഷ്ട്രീയ പദവിയാണ് ചോദിച്ചത്, അതല്ലാതെ ഔദ്യോഗികമല്ലാതെ. ഇടതുപക്ഷത്തിൻ്റെ കുത്തക ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല. LDFിൻ്റെ ഹോൾസെയിൽസ് ഒന്നും ആരും ഏറ്റെടുക്കണ്ട. LDFിലുള്ള ഘടകകക്ഷികൾ എല്ലാവർക്കും തുല്യ അവകാശമുണ്ട്. അദ്ദേഹം ഇവിടെ 10 കൊല്ലം ഞങ്ങൾ അദ്ദേഹത്തിനൊന്നും പറഞ്ഞില്ലല്ലോ. പറയാനില്ലാത്തതുകൊണ്ടാണോ ഇപ്പോൾ അവരുടെ പാർട്ടി തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് വളരെ ഒരു രാഷ്ട്രീയമായി അത് ശരിയല്ല എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. തെരഞ്ഞെടുപ്പിൽ പരാജയം എന്നുള്ളത് സർക്കാർ അവസാനത്തെ 1-2 വർഷം വഴിതെറ്റിയതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ജനങ്ങളുടെ താല്പര്യത്തെക്കാൾ വേറെ ചില താല്പര്യങ്ങൾ ആണ് ഈ ഗവൺമെൻറ് സംരക്ഷിക്കുന്നതെന്ന് ജനങ്ങൾക്ക് തോന്നി. പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടുണ്ട് ചില ആളുകളുടെ സ്വകാര്യ സമ്പത്ത് വർദ്ധിപ്പിക്കുക, ചില പ്രത്യേക കമ്പനികളെ സഹായിക്കുക, ഒരു വ്യതിയാനം, ഒരു വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് ഇടതുപക്ഷ ഗവൺമെന്റ് പോകുന്നുണ്ടോ എന്ന ആശങ്ക ജനങ്ങൾക്കുണ്ടായി. അരുൺ സോളമൻ നൽകും വിവരങ്ങൾ. അരുൺ, ഇടതുപക്ഷത്തിന്റെ കുത്തക അവകാശം അങ്ങനെ ആർക്കുമില്ല, പുതിയ മുഖങ്ങൾ വരണം, ഈ മുന്നണി തന്നെ ഉണ്ടാകില്ല CPI ഇല്ലെങ്കിൽ എന്നൊക്കെയാണ് സി ദിവാകരൻ പറയുന്നത്. ആഞ്ഞടിക്കുകയാണ്, രൂക്ഷ വിമർശനം. വിവരങ്ങൾ എന്താണ്? റോഷ്നി, ഏറ്റവും ഒടുവിലാണ് ഈ കടുത്ത വിമർശനവുമായി CPIയുടെ മുതിർന്ന നേതാവ് സി ദിവാകരൻ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ പിണറായി വിജയൻ ഈ ഉപനേതാവ് പദവിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ വളരെ ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞതിന് പിന്നാലെയാണ് CPIയിൽ നിന്ന് ഒന്നടങ്കം ഇപ്പോൾ വിമർശനങ്ങൾ പുറത്തു വരുന്നത്. കാരണം ഉപനേതാവ് പദവിയിൽ ആർക്കും ആശങ്ക വേണ്ട, അതൊരു CPM-കാരന്റെ പേരായിരിക്കും, ഞാൻ ഇനി കത്ത് കൊടുക്കേണ്ട താമസമേ ഉള്ളൂ എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അതൊരു ഏകാധിപത്യത്തിന്റെ സ്വരം അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിച്ചതെന്നുള്ളത് ഇതിനോടകം തന്നെ CPI വ്യക്തമാക്കിയിരിക്കുന്നു. അതിന് പിന്നാലെയാണ് സി ദിവാകരനും രംഗത്ത് വരുന്നത്. കാരണം ഇത് വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് പറയുന്ന പിണറായി ശൈലി ഇനി വേണ്ട, ഇനി പുതിയ മുഖങ്ങൾ വേണം. കഴിഞ്ഞ ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ കേരളത്ത് അങ്ങോളം ഇങ്ങോളം ഒരു മുഖം വെച്ച് മാത്രം കട്ടൗട്ടുകൾ വെച്ചാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇതിൽ വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ടൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് താൽക്കാലികമായി കൊടുത്തതുകൊണ്ടാണ് ഇപ്പോൾ അധികാരം കിട്ടാതെ പുറത്തിരിക്കുന്നതെന്നാണ് അദ്ദേഹം ശക്തമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഇതിൽ പിണറായി വിജയനോ എം വി ഗോവിന്ദനോ അല്ല നിലപാട് പറയേണ്ടുന്നത്. കേവലം പിണറായി വിജയന്റെയോ ഗോവിന്ദന്റെ നിലപാടുകളല്ല CPIക്ക് ആവശ്യം. CPIക്ക് വേണ്ടത് CPM-ന്റെ നിലപാടാണ്. മുന്നണിയെ സംബന്ധിച്ച് ആ തലത്തിൽ മാത്രമേ നോക്കിക്കാണാൻ കഴിയുള്ളൂ. ഏതെങ്കിലും വ്യക്തിക്ക് LDFിന്റെ കുത്തക അവകാശം തങ്ങൾ കൊടുത്തിട്ടില്ല, അത് ഏതെങ്കിലും വ്യക്തി കേന്ദ്രീകൃതമായിട്ടല്ല ഈ ഒരു മുന്നണി മുന്നോട്ട് പോയിട്ടുള്ളത്. മുൻപ് VS അച്യുതാനന്ദൻ LDFിന്റെ കൺവീനറായിരുന്നപ്പോൾ പോലും ഇത്തരത്തിലൊരു അപസ്വരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപശബ്ദം ആ മുന്നണിയിൽ നിന്നും ഉയർന്നു കേട്ടിട്ടില്ല. അങ്ങനെ കേൾക്കാത്തിടത്ത് എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നു എന്നുള്ള ചോദ്യം കൂടി ഇപ്പോൾ ദിവാകരൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ രാജ്യത്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നരേന്ദ്രമോദി ശൈലിയല്ല ഇടതുപക്ഷത്തിന് വേണ്ടത്. കൂട്ടായിട്ടുള്ള ഐക്യ മുന്നണിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ LDF മുന്നണിക്ക് ആ ഒരു ഐക്യം വേണം. അത് കേവലം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി മാത്രമല്ല. കഴിഞ്ഞ 10 കൊല്ലം മുന്നോട്ട് പോയപ്പോൾ ഏറ്റവും അവസാന വർഷങ്ങളിൽ ചില വ്യക്തികൾ സ്വകാര്യമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് കേന്ദ്രീകൃതമായിട്ട് സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നപ്പോൾ അതൊരു വലതുപക്ഷ ചായ്വായിട്ട് കാര്യങ്ങൾ മാറി. അതാണ് ജനങ്ങൾ വിലയിരുത്തുകയും ഈ പാർട്ടിയെയും ഈ മുന്നണിയെ ഇപ്പോൾ പുറത്താക്കിയതെന്നുമുള്ള ഒരു ശക്തമായ ഭാഷയിൽ തന്നെയാണ് ദിവാകരൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ദേശീയ നേതൃത്വ ചർച്ചയിൽ CPI ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച ഉണ്ടാകില്ല. എന്തായാലും CPIക്ക് അർഹതപ്പെട്ട ഒരു സ്ഥാനമാണ് നിലവിൽ ചോദിച്ചത്. അതിലിപ്പോ D രാജ അടക്കമുള്ള നേതാക്കൾ
വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും സംസ്ഥാനത്ത് LDF മുന്നണിയിൽ നിന്ന് തന്നെ, പ്രത്യേകിച്ചും CPM നിന്ന് തന്നെ അതൊരു വ്യക്തമായ നിലപാട് വന്നേ മതിയാകുള്ളൂ. അങ്ങനെ ഒരു നിലപാട് വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇനി CPI അടുത്തൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക. എന്തായാലും അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് തങ്ങൾ വയ്ക്കുന്നതെന്നാണ് റോഷ്നി ഏറ്റവും ഒടുവിലായി C ദിവാകരനും വ്യക്തമാക്കുന്നത്. ശരി, ഇനി C ദിവാകരന്റെ ഈ വാക്കുകളോട് CPIM-ലെ നേതാക്കൾ ഏതൊക്കെ തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്നറിയാം. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകി.